മതം മാറിയ ജനം തങ്ങളുടെ പഴയ ആചാരങ്ങളെ ഇസ്ലാമിക സമൂഹത്തിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ മുസ്ലിം സമൂഹത്തിനിടയിൽ ഒരു സങ്കര സംസ്കാരം രൂപപ്പെടുകയും ഒരു മിശ്രിത സംസ്കാരം ഉണ്ടായിത്തീരുകയും ചെയ്തു എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. എന്നിട്ട് അതിന്റെ 1-2 ഉദാഹരണങ്ങളും കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം ഇതിൽ പറയുന്നത് കാണാം. മതപഠനത്തിനായി മദ്രസകളും മക്തബകളും സ്ഥാപിതമായി, കലയും സംഗീതവും പ്രോത്സാഹിപ്പിച്ചു. അമീർ ഖുസ്രു പുതിയ രാഗങ്ങൾ സൃഷ്ടിച്ചു. ഇക്കാലത്ത് തുർക്കി പേർഷ്യൻ പേരുകൾ ഇന്ത്യയിൽ പ്രചരിച്ചു. വെറ്റില മുറുക്കുന്ന ഇന്ത്യൻ സമ്പ്രദായം തുർക്കികളും സ്വീകരിച്ചു. ഇന്ത്യയിലെ സ്ത്രീധന സമ്പ്രദായം മുസ്ലിങ്ങളിലുമെത്തി എന്നാണ്. ഇന്ത്യയിലെ സ്ത്രീധന സമ്പ്രദായം ഹൈന്ദവ സമൂഹങ്ങൾക്കിടയിൽ പണ്ടുണ്ടായിരുന്ന ഒരു ആചാരമാണെന്നാ. അത് മുസ്ലിങ്ങൾക്കിടയിലേക്ക് എങ്ങനെ എത്തിയതാ? മതം മാറിയ ജനം കൂടെ കൊണ്ടുവന്നതാണ്. അല്ലാതെ ഇസ്ലാമിൽ സ്ത്രീധനമുണ്ടോ? ഉണ്ട് എന്ന് ചില സക്കാബികൾ പ്രസംഗിക്കുന്നുണ്ട്. സ്ത്രീധനം വാങ്ങാതെ വിവാഹം കഴിച്ചവനുണ്ടെങ്കിൽ ഓൻ പെട്ടു എന്ന് വിചാരിക്കല്ലാതെ അവൻ സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിച്ചു എന്നതിന്റെ പേരിൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് വാദം പറയുന്നവരൊക്കെ ഉണ്ടാകാം. പക്ഷേ ഇന്ത്യ രാജ്യത്ത് ആ സ്ത്രീധന സമ്പ്രദായം നിലനിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം, അറബ് ലോകത്ത് മഹറാണ്, വിവാഹ മൂല്യമാണ് സ്ത്രീക്ക് നൽകിക്കൊണ്ടാണ് ഇസ്ലാമിലെ വിവാഹങ്ങൾ നടക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് ഇന്ത്യ രാജ്യത്ത് എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ ഈ മിശ്രിത സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്ന് വളരെ വ്യക്തമായി ഈ പുസ്തകത്തിൽ എഴുതി വെച്ചത് കാണാം. അപ്പോൾ നാം മനസ്സിലാക്കണം, ഇങ്ങനെ ഒരു സങ്കര സംസ്കാരം ഇവിടെ രൂപപ്പെട്ടു. അതുകൊണ്ട് തന്നെ നിരവധി ദുരാചാരങ്ങൾക്ക്, അന്ധവിശ്വാസങ്ങൾക്ക് ഈ നാട്ടിൽ പ്രചാരമുണ്ടായി എന്ന് മാത്രമല്ല, അന്ധവിശ്വാസങ്ങളെ, ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളെ ഇസ്ലാമിന്റെ ലേബലിൽ അവതരിപ്പിക്കുവാൻ പൗരോഹിത്യത്തിന് നല്ല വളക്കൂറുള്ള മണ്ണായി ഇന്ത്യ മാറി എന്നതാണ് ഇന്ത്യയുടെ ചരിത്രം. അതുകൊണ്ട് തന്നെ ഒരു നവോത്ഥാന സംരംഭം ഇവിടെ നടക്കുമ്പോൾ വിശുദ്ധ ഖുർആനിന്റെയും തുരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ആളുകളെ ബോധവൽക്കരിക്കുമ്പോൾ സ്വാഭാവികമായും ഇവിടെ മറ്റുള്ളവർക്ക് മുന്നിൽ പൗരോഹിത്യം കടന്നു വന്നുകൊണ്ട് പറയുക, അല്ല, നിങ്ങൾക്ക് മുമ്പ് ആരെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ? മാലിക് ഇബ്നു ദീനാറും കൂട്ടരും വഴി ഇസ്ലാം ഇവിടെ എത്തി. ആ കാലം മുതൽ ഇസ്ലാം ഇവിടെ പ്രചരിച്ചിട്ട് അങ്ങ് ആ അറബി നാട്ടിൽ നിന്ന് ആ കാലഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്തേക്ക് അക്കാലഘട്ടത്തിൽ മാലിക് ഇബ്നു ദീനാറും കൂട്ടരും വന്നിട്ട് ആ സഹാബികളിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു ദീനാണ് നമ്മുടെ കയ്യിലുള്ളത്. അങ്ങനെ തലമുറ കൈമാറി വിശുദ്ധ ഇസ്ലാമിന്റെ ആദർശം നേർക്കുനേരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ വാദം പറയുമ്പോ സാധാരണക്കാരായ ആളുകൾ അത് ശരിയാണ് എന്ന് ധരിക്കും. അങ്ങനെ സഹാബത്തിൽ നിന്ന് തലമുറ കൈമാറി കിട്ടിയ ആദർശം തന്നെയാണല്ലോ ഉള്ളത്. ശരിയാണ്, സഹാബികൾ ആ ആദർശം ഇവിടെ കൊണ്ടുവന്നു. അല്ലെങ്കിൽ ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞ ആളുകൾ ആ വിഷയത്തിൽ ഉണ്ട്. സഹാബികൾ തന്നെയാണോ എന്ന അഭിപ്രായ വ്യത്യാസം പറഞ്ഞവരുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം പ്രചരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉന്നയിച്ചവരുണ്ട്. ഏതാകട്ടെ, ഇനി അങ്ങനെ വന്നു എന്ന് സമ്മതിച്ചാൽ തന്നെയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അങ്ങനെ ഇസ്ലാം പ്രചരിച്ചുവെങ്കിൽ ഇന്ത്യ രാജ്യത്ത് അത് കടന്നു വന്നതിനു ശേഷം ഒരു മിശ്രിത സംസ്കാരത്തിലേക്ക് പിന്നീട് അത് വഴിമാറി എന്നത് വളരെ വ്യക്തമായി നേരത്തെ ഉദ്ധരിച്ച രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാം ആ ഇസ്ലാമിനെ അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിച്ചെടുക്കുവാൻ വേണ്ടിയാണ് മുജാഹിദ് പ്രസ്ഥാനം പണിയെടുത്തത്, മുജാഹിദ് പ്രസ്ഥാനം അധ്വാനിച്ചത്. നമുക്കറിയാം, അനവധി ദുരാചാരങ്ങൾ മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. അങ്ങനെ കടന്നു വന്നത് എങ്ങനെയാണ്? അടിസ്ഥാന പ്രമാണം, ആ പ്രമാണം സ്വീകരിക്കാതെ, ജീവിതത്തിൽ സ്വീകരിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞ പ്രമാണങ്ങളെ അടിസ്ഥാനമാക്കാതെ നാട്ടിൽ പ്രചരിച്ച അന്ധവിശ്വാസങ്ങൾക്കനുസൃതമായി, അനാചാരങ്ങൾക്കനുസൃതമായി വ്യത്യസ്തങ്ങളായ ചിന്താഗതികളെ രൂപപ്പെടുത്തിയെടുക്കുകയും ആ ചിന്താഗതിക്കനുസൃതമായി മതത്തെ നിർണയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായതുകൊണ്ടാണ്. നമുക്കറിയാം, പഴയ കാലം എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരടിസ്ഥാനപരമായി ജീവിതത്തിന്റെ അടിസ്ഥാനമായി സ്വീകരിച്ചത് എന്താ? അള്ളാഹുവിന്റെ ഖുർആൻ. ആ ഖുർആനിനെയാണോ? ആ ഖുർആനാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെയാണോ? അല്ല. നേരെ മറിച്ച് വിശുദ്ധ ഖുർആനിന്റെ അർത്ഥം പോലും പഠിക്കാൻ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകം എഴുതപ്പെട്ടിട്ടുണ്ട്. ഈ കേരളത്തിൽ ജീവിച്ചിരുന്ന പഴയകാല ഉലമാക്കൾ പോലും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾക്ക് നേർക്കുനേരെ അർത്ഥം പറയാറുണ്ടായിരുന്നില്ല. എന്താ ഉസ്താദേ അതിന്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ തന്നെ പിഴച്ചു പോകുമെന്ന് ഉപദേശിക്കുന്നവരായിരുന്നുവെന്ന് വളരെ വ്യക്തമായി എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വിശുദ്ധ ഖുർആനോട് വളരെയധികം നിഷേധാത്മകമായ ഒരു നിലപാട് സ്വീകരിച്ച
ജനത അവരുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായി സ്വീകരിച്ചത് പുരോഹിതന്മാർ എഴുതി കൊടുത്ത മാലകളെയും മൗലിദുകളെയും ആണ്. ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനെ അവലംബിക്കുക, അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ അവലംബിച്ചത് മാലകളെയും മൗലിദുകളെയുമാണ്. നമുക്കറിയാം, ഒരു കഴിഞ്ഞ കാലം മുസ്ലിം സമൂഹത്തിനുണ്ടായിരുന്നു. എന്ത് പ്രശ്നമുണ്ടായാലും മാലകളെയും മൗലിദുകളെയും ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ആദർശമായി സ്വീകരിച്ചുകൊണ്ട് അത് പാടിയാൽ, അത് ചൊല്ലിയാൽ അതിൽ ബർക്കത്തുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ അവലംബിച്ചിരുന്ന ഒരു കാലഘട്ടം അതിവിദൂരമല്ലാത്ത ഒരു കാലയളവിൽ തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് സമൂഹത്തിൽ അതിൽ നിന്ന് ഒരുപാട് മാറ്റമുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്നും ചില ആളുകൾ ചിന്തിച്ചത് എന്താണ്? ആ കഴിഞ്ഞുപോയ കാലം നമ്മിലേക്ക് മടങ്ങി വരണമെന്നാണ്. കഴിഞ്ഞുപോയ കാലം നമ്മിലേക്ക് മടങ്ങി വരണം. ഏതാണ് ആ കാലം? കേട്ടോളൂ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പഴയ കാലത്ത് നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാണ്. രോഗം വന്നാൽ നമ്മുടെ ചികിത്സ അത് മാലയാണ്, അത് മൗലിദാണ്. എന്റെ ഉമ്മമാരെ, നമുക്ക് ഓർമ്മയില്ലേ? നല്ലൊരു കാലം നമുക്ക് കഴിഞ്ഞു പോയില്ലേ? ഇന്നും നമുക്ക് അനുഭവങ്ങളില്ലേ? പ്രസവ വേദന എടുത്ത ഉമ്മമാര് നഫീസത്ത് മാല ചൊല്ലിയിട്ടല്ലേ അവരുടെ പ്രസവം നടക്കുന്നത്. എന്ത് എത്ര സുന്ദരമായൊരു കാലമാണ് മാലയുടെ കാലം, മൗലിദിന്റെ കാലം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പഴയ കാലത്ത് നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാണ്. രോഗം വന്നാൽ നമ്മുടെ ചികിത്സ അത് മാലയാണ്, അത് മൗലിദാണ്. എന്റെ ഉമ്മമാരെ, നമുക്ക് ഓർമ്മയില്ലേ? നല്ലൊരു കാലം നമുക്ക് കഴിഞ്ഞു പോയില്ലേ? ഇന്നും നമുക്ക് അനുഭവങ്ങളില്ലേ? പ്രസവ വേദന എടുത്ത ഉമ്മമാര് നഫീസത്ത് മാല ചൊല്ലിയിട്ടല്ലേ അവരുടെ പ്രസവം നടക്കുന്നത്. എന്ത് എത്ര സുന്ദരമായൊരു കാലമാണ് മാലയുടെ കാലം, മൗലിദിന്റെ കാലം. കണ്ടോ? കഴിഞ്ഞൊരു കാലം, ആ കാലത്തെ കുറിച്ച് ഇപ്പോഴും അദ്ദേഹം സ്വപ്നം കാണുകയാണ്. എന്താ പറയുന്നത്? അല്ല ഉമ്മമാരെ, അല്ല പെങ്ങന്മാരെ, നല്ലൊരു കാലം നമുക്ക് കഴിഞ്ഞു പോയില്ലേ? എങ്ങനെയുള്ള കാലം? മാലയുടെ കാലം, മൗലിദിന്റെ കാലം. പ്രസവവേദനയെടുത്ത ഉമ്മമാരെ പണ്ട് നഫീസത്ത് മാല ഓതിക്കൊണ്ടല്ലേ നമ്മൾ പ്രസവിപ്പിച്ചിരുന്നത്. എത്ര സുന്ദരമായ കാലമാണ് മാലയുടെ കാലം, മൗലിദിന്റെ കാലം. ഇത് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു സമൂഹത്തിനിടയിലേക്ക് ആഴ്ന്നിറങ്ങിയ വിശ്വാസമാണത്. ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മാലകളെയും മൗലിദുകളെയും ഒക്കെ അവലംബിച്ചുകൊണ്ട് അതിൽ അഭയം കണ്ടുകൊണ്ട് ജീവിക്കുക. എന്നാൽ ഇതിന് അടിസ്ഥാനമുണ്ടോ? ഇത് ഖുർആനുമായി യോജിക്കുമോ? ഇത് സുന്നത്തുമായി യോജിക്കുമോ? ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശമായി യോജിക്കുമോ? ഇതൊന്നുമില്ല. ഒരു സങ്കര സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കാണ്, ഒരു മിശ്രിത സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കുകയാണ്. അതുകൊണ്ടാണ് ഈ രംഗത്ത്, നവോത്ഥാന രംഗത്തേക്ക് കടന്നു വന്നുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം അതിശക്തമായ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോ ചില ആളുകൾ ഇപ്പോൾ വിളറി പൂണ്ടിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്റർവ്യൂ പോലും നാട്ടിലെ അമുസ്ലിങ്ങളെ വിളിച്ച് അമുസ്ലിങ്ങളോട് ചോദിക്കുക, എന്ത് നമ്മൾ പഴയ കാലത്തൊരു മിശ്രിത ജീവിതം നയിച്ചവരാണല്ലോ, പക്ഷെ ഇപ്പോഴൊരു മാറ്റമൊക്കെ ഉണ്ടായല്ലോ, അതെന്താ കാരണം എന്ന് നമ്മുടെ നാട്ടിലെ ഗംഗാധരൻ ചേട്ടനോടും അതുപോലെ തന്നെ ഗോപാലൻ ചേട്ടനോടൊക്കെ ചോദിക്കുക. നമുക്കറിയാം, അവരുമായി ഏറ്റവും നല്ല സൗഹൃദം പുലർത്തുന്നവർ തന്നെയാണ് മുസ്ലിം സമൂഹം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അന്യമതസ്ഥരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അതുപോലെ തന്നെ അവരോടുള്ള കടപ്പാടുകൾ നിറവേറ്റുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ആദർശത്തിന്റെ കാര്യത്തിൽ വളരെ വ്യക്തമായ ഒരു നിലപാട് ഇസ്ലാം പറഞ്ഞു. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. ആ വളരെ വ്യക്തമായ ആദർശത്തിന്റെ കാര്യത്തിലുള്ള കണിശത ഇസ്ലാം പഠിപ്പിച്ചുവെങ്കിൽ നമ്മുടെ നാട്ടിൽ പുറത്തിറങ്ങിയ ഒരു മാസിക അവർ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഗംഗാധരൻ എന്ന് പറയുന്ന ഒരാളെ വിളിച്ചിട്ടൊരു ഇന്റർവ്യൂ. എന്താ ഇന്റർവ്യൂലുള്ളത്? ഹിന്ദു സഹോദരങ്ങളുടെ മമ്പുറത്തെ മൂപ്പർ. എന്റെ ഗംഗാധരൻ ചേട്ടനോട് ചോദിക്കാണ്, തങ്ങളുടെ അനുയായികളിൽ അധികവും ഹിന്ദുക്കളായിരുന്നല്ലോ, അഥവാ മമ്പുറം തങ്ങളുടെ അനുയായികളിൽ അധികവും ഹിന്ദുക്കളായിരുന്നല്ലോ, മമ്പുറത്തെ മൂപ്പരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ മാത്രം എന്തു സ്വാധീനമാണ് അവരിൽ ഉണ്ടായിരുന്നത് എന്നാ ചോദ്യ. ഗംഗാധരൻ ചേട്ടനോട് ചോദിക്കല്ല, മമ്പുറത്തെ മൂപ്പരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ മാത്രം എന്ത് സ്വാധീനമാണ് മമ്പുറം തങ്ങളും ഹിന്ദുക്കളുമായി ഉണ്ടായിരുന്നത് ചോദ്യ. അതിന് മറുപടി, അലവി തങ്ങളെ ഹിന്ദുക്കൾ വളരെ ആദരവോടെയായിരുന്നു കണ്ടിരുന്നത്. അവർ തങ്ങളെ ആത്മീയമായ ഒരു രീതിയിൽ കണ്ടിരുന്നു, തങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഹൈന്ദവ സഹോദരങ്ങൾ അവർക്ക് ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശം എന്ത് എന്നൊരു പക്ഷേ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. വളരെ ബഹുമാനിക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഹൈന്ദവ സഹോദരങ്ങൾ അവർ തങ്ങളെ ആത്മീയമായ ഒരു രീതിയിൽ കണ്ടിരുന്നു, തങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. താഴ്ന്ന ജാതിക്കാരായ ഹിന്ദുക്കൾ പലരും അലവി തങ്ങളുടെ അടുക്കൽ വന്ന് ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു. അതാണ് ബന്ധം. എന്താണ്? ആ താഴ്ന്ന ജാതിക്കാരായ ചില ആളുകൾ മമ്പുറം തങ്ങളുടെ അടുക്കൽ വന്ന് ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു. എന്നാൽ വേറെ ചില ആളുകൾ ഹൈന്ദവ സഹോദരങ്ങൾ ഹിന്ദുക്കളായിക്കൊണ്ട് തന്നെ തങ്ങളോട്